നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനാക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ വർഗീസിനാണ് പരിക്കേറ്റത്. വയലൂർ പടിഞ്ഞാട്ടുമുറി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റും INTUC മുൻ ജില്ലാ നേതാവുമായ CT ജേക്കബ് മാസ്റ്ററുടെ 5ാമത് ചരമവാർഷികം ആചരിച്ചു. കൊടകര വല്ലപ്പാടിയിൽ പുനർനിർമ്മിച്ച ദേവമാതാ ഇടവക ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ചണ്ഡികാ ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനാക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ വർഗീസിനാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റ വർഗീസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 6:30 കുണ്ടായി രണ്ടാം കാനയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. ചൊക്കനയിൽ നിന്നും സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ വരികയായിരുന്ന വർഗീസിന്റെ മുന്നിലേക്ക് റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ആനയുടെ മുന്നിൽപ്പെട്ട ഇവർ ബൈക്ക് മറിഞ്ഞ് റോഡിൽ വീഴുകയായിരുന്നു. പരിക്കേറ്റ് റോഡിൽ കിടന്ന വർഗീസിന് നേരെ ആന വരുന്നത് കണ്ട് രണ്ടുപേരും ഉറക്കെ കരഞ്ഞതോടെ ആന സമീപത്തെ തോട്ടത്തിലേക്ക് കയറി. ആനയുടെ മുന്നിൽപ്പെട്ട ഇരുവരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 30ഓളം ആനകളാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്താണ് ഇവർ മുന്നിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കാട്ടാനാക്രമണം ഉണ്ടായിരുന്നു. ഹാരിസൺ ഓഫീസിന്റെ മതിൽ തകർത്ത ആനക്കൂട്ടം വ്യാപക നാശം വരുത്തിയാണ് കാട് കയറിയത്. തുടർച്ചയായി കാട്ടാനാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ വനപാലകർ ആനകളെ കാടുകയറ്റാനുള്ള നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയലൂർ പടിഞ്ഞാട്ടുമുറി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. MK ശൈലജ, KC പ്രദീപ്, കവിത സുനിൽ, മണി ഉണ്ണികൃഷ്ണൻ, പത്മാവതി, KA അരുൺ എന്നിവർ പ്രസംഗിച്ചു. കുടിവെള്ള പദ്ധതിക്കായി സൗജന്യമായി സ്ഥലം നൽകിയ ആലത്തൂർ മുണ്ടയ്ക്കൽ മഹേശ്വരി ശിവരാമന്റെ മകൻ ഷിബുവിനെ ആദരിച്ചു. പഞ്ചായത്തിലെ ഈ മാസം ഉദ്ഘാടനം ചെയ്യുന്ന 36 പദ്ധതികളിൽ 7ാമത്തെയാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. നമുക്ക് സ്ഥലം അനുവദിച്ച ശിവരാമേട്ടന്റെ മകൻ ഷിബു, അതിലുപരിയായി ജനകീയാസൂത്രണ കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റേത് കൂടി ഭാഗമായിട്ടുള്ള പറപ്പൂക്കര പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഒരു പദ്ധതി പൈസ അനുവദിക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഈ പൈസ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശല്ല. ഇപ്പൊ ഇവിടെ 30 ലക്ഷം രൂപ ചെലവഴിച്ചു, അല്ലെങ്കിൽ അപ്പുറത്ത് പഞ്ചായത്ത് ഒരു 20 ലക്ഷം രൂപ ചെലവഴിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റും INTUC മുൻ ജില്ലാ നേതാവുമായ CT ജേക്കബ് മാസ്റ്ററുടെ 5ാമത് ചരമവാർഷികം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KV തോമസ് അധ്യക്ഷത വഹിച്ചു. INTUC ദേശീയ നേതാവ് ആന്റണി കുറ്റുകാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശിവരാമൻ പോതിയിൽ, ഷൈനി ബാബു, ശാലിനി ജോയ്, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, സായുജ് സുരേന്ദ്രൻ, സ്മിത ബാബു, ലിനോ മൈക്കിൾ, ഏഞ്ചൽ ബാബു നന്ദകുമാർ, അവിട്ടപ്പള്ളി ജെയ്സൺ താക്കോൽക്കാരൻ, ഫ്രാൻസിസ് ആരോദ, PA കമറുദ്ദീൻ, മോഹൻദാസ് ഒമ്പതിങ്കൽ, മോഹനൻ കളേലി എന്നിവർ പ്രസംഗിച്ചു. കൊടകര വല്ലപ്പാടിയിൽ പുനർനിർമ്മിച്ച ദേവമാതാ ഇടവക ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന കൂദാശ ചടങ്ങുകൾക്ക് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പൊതുസമ്മേളനവും സ്നേഹവിരുന്നും ഉണ്ടാകും. ജനുവരി 8 വൈകിട്ട് ഇടവക ദിനവും മതബോധന ദിനവും ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം ചാലക്കുടി വൈറൽ ബീറ്റ്സിന്റെ മെഗാ നൈറ്റും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത്, കൈക്കാരന്മാരായ ലിൻസൺ മൽപ്പാൻ, ജോമോൻ കണ്ണൂക്കാടൻ, ജനറൽ കൺവീനർ ജോയ് മാഞ്ഞൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. മലമ്പാടി ദേവമാതാ ഇടവയെ സംബന്ധിച്ചിടത്തോളം
നവദേവാലയം എന്നുള്ള വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരിക്കും ഇടവക ജനത്തിൻ്റെ ത്യാഗത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും കൂട്ടായ്മയുടെയും വലിയൊരു അനുഭവമാണ് ഈ നവദേവാലയത്തിൻ്റെ പിറകിലുള്ളത്. അതുപോലെ തന്നെ ഇടവകയ്ക്ക് പുറത്തു നിന്നും ഒത്തിരി പേര് നല്ല രീതിയിൽ വലിയ വലിയ സഹായ സഹകരണങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ നവദേവാലയം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നവദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിശ്ചയിച്ചിട്ടുള്ളത് ഈ വരുന്ന ജനുവരി 7-ാം തീയതി ഞായറാഴ്ച 2:30 മണിക്കാണ് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നടത്തുക. ഇരിഞ്ഞാലക്കുട രൂപതയുടെ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവാണ് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക. എല്ലാവരെയും സ്നേഹപൂർവ്വം വെഞ്ചിരിപ്പ് കർമ്മത്തിലേക്കും സ്നേഹവിരുന്നിലേക്കും പൊതുസമ്മേളനത്തിലേക്കും ഇടവകയുടെ പേരിൽ എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ 7-ാം തീയതി അങ്ങനെയാണ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ പ്രോഗ്രാമുകളായിട്ടാണ് ഉണ്ടാകുക. ജനുവരി 8-ാം തീയതി തിങ്കളാഴ്ച ഇടവക ദിനവും മതബോധന ദിനവും സംയുക്തമായിട്ട് ആചരിക്കുന്നു. അന്നേ ദിവസം യൂണിറ്റിൽ നിന്നും സംഘടനകളിൽ നിന്നും മതബോധനത്തിൽ നിന്നും കലാവിരുന്നും സംഗീത വിരുന്നും ഒക്കെ അന്നുണ്ടാകും. ജനുവരി 9-ാം തീയതി ചൊവ്വാഴ്ച ചാലക്കുടി വൈറൽ ബീറ്റ്സിൻ്റെ ഒരു മെഗാ നൈറ്റ് 2024 എന്ന പേരിലൊരു കലാവിരുന്നും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടികൾക്കെല്ലാം നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിറ്റേ ദിവസം 8-ാം തീയതി ഇടവക ദിനവും അതുപോലെ മതബോധന ദിനവും ഒരുമിച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൽ മതബോധന ഡയറക്ടർ അതുപോലെ കുടുംബ സമ്മേളനത്തിൻ്റെ വികാരി ജനറൽമാർ തുടങ്ങിയ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് അതിനുശേഷമായിരിക്കും കലാപരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. പിറ്റേ ദിവസം അതായത് 9-ാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറൽ ബീറ്റ്സിന്റെ പ്രോഗ്രാം ഉണ്ട്. ഈ 3 ദിവസത്തെയും സമ്മേളനവും അതുപോലെ കലാപരിപാടികളും വൈകിട്ട് 6 മണിക്കാണ് തുടങ്ങുന്നത്. അതിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം വികാരിയച്ഛന്റെ പേരിൽ ഇടവകയുടെ പേരിൽ ക്ഷണിക്കുകയാണ്. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ചണ്ഡികാ ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ മുതൽ ചണ്ഡികാ ഹോമവുമായി ബന്ധപ്പെട്ട അനുബന്ധ പൂജകൾ ആരംഭിക്കും. വരുൺഭട്ട്, സുബ്രഹ്മണ്യ ശാസ്ത്രി എന്നീ ആചാര്യന്മാരാണ് അനുബന്ധ പൂജകൾ നയിക്കുന്നത്. ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയാണ് ഹോമം നടത്തുന്നത്. ഈ മാസം 8 മുതൽ 15 വരെയാണ് സപ്താഹം നടക്കുന്നത്. PC ചന്ദ്രശേഖരൻ ഇളയതാണ് യജ്ഞാചാര്യൻ. നടുവിൽപ്പാറ ഇല്ലം ശ്രീലത ജയകുമാർ സഹ ആചാര്യയായിരിക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 7-ന് ഭാഗവത മഹാത്മ്യം, ഭദ്രദീപ പ്രകാശനം, അനുഗ്രഹ പ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ശിവകരൻ നമ്പൂതിരി സന്നിഹിതനായിരിക്കും. ജനുവരി 15-ന് വൈകിട്ട് 6 മണിക്ക് കല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും താല നാമജപഘോഷയാത്ര നടക്കും. രാത്രി 7-ന് ഭക്തിഗാനസുധ അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ P. നാരായണൻകുട്ടി, P. ശരത്ചന്ദ്രൻ, രാഘവൻ മുളങ്ങാടൻ, വിക്രമൻ പുതുമന എന്നിവർ പങ്കെടുത്തു. ഇതിലെ മുഖ്യ പ്രഭാഷകനായി എത്തുന്നത് തൃശ്ശൂരിൻ്റെ MLA P. ബാലചന്ദ്രൻ. ഇതിനോട് അനുബന്ധിച്ച് ക്ഷേത്ര അങ്കണത്തിൽ നടത്തുന്ന വൃക്ഷത്തൈ നടലിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ തൃശ്ശൂരിൻ്റെ LPTN പ്രധാനമാണ്. കൂടാതെ നിരവധി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലകളുമായുള്ള അഷ്ടപതി മുതലായിട്ടുള്ള ചില നല്ല സാമൂഹിക അന്തരീക്ഷത്തിൽ ചണ്ഡികാഹോമത്തിന്റെ പലവിധ പൂജാവിധികളിൽ ആദ്യത്തേത് മാതൃപൂജയാണ്. മാതൃപൂജയ്ക്ക് ശേഷമാണ് അവര് ഈ പന്തൽ, അതായത് യജ്ഞവേദി, അവര് ഏറ്റെടുക്കുന്നത്. അതിന് ചില ചടങ്ങ് പ്രത്യേകതകളുണ്ട്. കാരണം ആ പ്രധാന കർമ്മിയെ ദക്ഷിണ നൽകി, അടയ്ക്കും മെറ്റിലും വെച്ച് ദക്ഷിണ നൽകി കാൽവെപ്പ് വന്ദിച്ച് എന്നിട്ടാണ് ക്ഷേത്രത്തിലെ പൂജാരി, മുഖ്യ പൂജാരി
വന്നിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം പലവിധ പൂജാവിധികൾ ഇതിനോടൊപ്പമാണ് അവര് ആ ചടങ്ങ് തുടങ്ങുന്നത്. പിന്നെ തലേ ദിവസം അതിന് ഒരുക്കങ്ങളും മറ്റുമായി പിറ്റേ ദിവസം രാവിലെ സുവാസിനി പൂജ പടികൾ നടത്തുന്നു. അതൊരു പ്രധാനപ്പെട്ട ആ ഹോമകുണ്ടത്തിന് മുന്നിൽ അവര് ഹോമകുണ്ടം കൈയേൽക്കാൻ വേണ്ടി അതിന്റെ മുന്നോടിയായിട്ട് ചെയ്യുന്നതാണ്. അതില് പല വിധികളുണ്ട്. ഇന്നത് ഹോമിക്കണം, നമ്മളെ ആചാരം ആയിട്ടല്ല ചണ്ഡിക ഹോമം. സാരികൾ, ഉടുപടകൾ ഇതൊക്കെ ഹോമിക്കണം. അങ്ങനെയുള്ള രീതിയിലും അത് നടന്നു പോകണം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പോങ്കോത്രോ മാനാംകുളത്തിലെ നീന്തൽ പരിശീലനം സമാപിച്ചു. തുടർച്ചയായി രണ്ടാമത്തെ വർഷമാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം 70ഓളം കുട്ടികൾ പരിശീലനം നേടി. പരിശീലനത്തിന് പുറമെ കുട്ടികൾക്ക് പോഷകാഹാരവും നൽകിയിരുന്നു. വെണ്ടൂർ സെന്റ് മേരീസ് യു പി സ്കൂളിലെ സ്കിൽ മാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമിയിലെ അംഗങ്ങൾക്ക് 1987 1-ാം ക്ലാസ് കൂട്ടായ്മയായ റോയൽ ബെഞ്ചേഴ്സ് സ്പോൺസർ ചെയ്ത ജേഴ്സി വിതരണം ചെയ്തു. ചടങ്ങ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നേലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജോസി ജോണി അധ്യക്ഷത വഹിച്ചു. മുൻ സന്തോഷ് ട്രോഫി ടീം അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ സോളി സേവ്യർ വിശിഷ്ടാതിഥിയായിരുന്നു. റോയൽ ബെഞ്ചേഴ്സ് പ്രതിനിധി അനൂപ്, PTA പ്രസിഡന്റ് പ്രിൻസ് മഞ്ഞളി, പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, ഫുട്ബോൾ കോച്ച് ജോബി വിൻസെന്റ്, സ്റ്റാഫ് പ്രതിനിധി റോബിൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നമ്മുടെ ചുറ്റുപാട് സാഹചര്യങ്ങൾ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കെട്ടിടം തന്നെ ഒരു 2 വർഷം മുമ്പ് കാണുന്ന പോലെയല്ല, വളരെയധികം മനോഹരമായിട്ടുണ്ട്. ഗ്രൗണ്ട്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ നമുക്കൊരു ഇതിനൊക്കെ താല്പര്യമുള്ള ഒരു HM കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല, കായിക, സാഹിത്യ മേഖലകളൊക്കെയും നിങ്ങളെ വളർത്താൻ ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ ഇന്ന് നടക്കുന്ന സ്പോർട്സ് കായിക രംഗത്തുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഇപ്പോൾ നിങ്ങൾ കയറുന്നത്. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ഈ ജൂനിയർ ടീമൊക്കെ ഉണ്ടാവില്ലേ, ഈ അപ്പോൾ 7ാം ക്ലാസ് വരുന്ന കുട്ടികൾ, അപ്പോൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഫസ്റ്റ് കുട്ടികളെ വിടുത്തിയ സെൻറ്റ് മേരീസ് UPS വെണ്ടൂർ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയായിട്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, നിഖിത അനൂപ്, മനീഷ മനീഷ്, മണി സജയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PB ജോഷി എന്നിവർ സന്നിഹിതരായി. 23 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണത്തിന്റെ ആനുകൂല്യം ലഭിച്ചത്. സഹകരണ രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോസഫ് നമ്പാടന്റെ 3ാം ചരമവാർഷിക ദിനമായ ശനിയാഴ്ച ആമ്പലൂരിൽ സ്മരണാഞ്ജലി ഒരുക്കുന്നു. ആമ്പലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മുകുന്ദപുരം താലൂക്ക് കോപ്പറേറ്റീവ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രാവിലെ 11-ന് ആമ്പലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ജില്ലാ സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ MK അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിക്കും. കർമ്മലീത്ത സന്യാസ സഭയിലെ കോലഴി പ്രോവിൻസിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ 30ഓളം സിസ്റ്റേഴ്സ് മറ്റത്തൂർ GLP സ്കൂൾ സന്ദർശിച്ചു. മികവുള്ള വിദ്യാലയങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകർ GLP സ്കൂളിലെത്തിയത്. കുട്ടികൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ഒരുക്കിയിട്ടുള്ള കിഡ്സ് പാർക്ക്, തുരങ്കം, സംഗീതമൂല, പ്ലേ ഫോർ ഹെൽത്ത് ക്ലാസ് റൂം, സിഗ് ആൻഡ് സാഗ്, സ്ലൈഡർ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. തുടർച്ചയായി 2ാം ദിനമാണ് വില ഇടിയുന്നത്. ബുധനാഴ്ച 200 രൂപ കുറഞ്ഞ് വില 47,000-ന് താഴേക്കെത്തി. വ്യാഴാഴ്ച 320 രൂപയാണ് പവന് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ വില 46,480 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 40 രൂപ കുറഞ്ഞ് 5,810 രൂപയായി. പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ഉയർന്നെങ്കിലും ശേഷം വില താഴ്ന്ന പ്രവണത ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആണ് യോഗ്യത. താല്പര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്,
പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 9 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി, പുതുക്കാട് PO 680-301 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് വിളിക്കുക 04802751-232. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ 2 വർഷം, 1 വർഷം, 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി, പ്രീ പ്രൈമറി, നഴ്സറി അധ്യാപക പരിശീലന കോഴ്സുകൾക്ക് ഡിഗ്രി +2 SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ 7994444914. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5810 രൂപയും പവന് 46,480 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് അശോക റോഡിൽ ഒല്ലൂക്കാരൻ ഫ്രാൻസിസ് ഭാര്യ ആനി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30. തെരേസ ജോസി, പോൾ ജോ, ഫിലിക്സ് ജോജി എന്നിവർ മക്കളും ജോസി, ആൻസി ജോ, പരേതയായ നിർമ്മല എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം ആളൂപ്പറമ്പിൽ തങ്കമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 കൊരട്ടി ശ്മശാനത്തിൽ. പരേതനായ അയ്യപ്പൻകുട്ടിയാണ് ഭർത്താവ്. മോഹനൻ, ഹരിദാസ്, സുരേന്ദ്രൻ, ജയൻ, ക്ഷേമാവതി, മനോജ് എന്നിവർ മക്കളും ശോഭന, ഇന്ദിര, വത്സല, ബീന, പുഷ്പൻ, മീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനാക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ വർഗീസിനാണ് പരിക്കേറ്റത്. വയലൂർ പടിഞ്ഞാട്ടുമുറി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റും INTUC മുൻ ജില്ലാ നേതാവുമായ CT ജേക്കബ് മാസ്റ്ററുടെ 5ാമത് ചരമവാർഷികം ആചരിച്ചു. കൊടകര വല്ലപ്പാടിയിൽ പുനർനിർമ്മിച്ച ദേവമാത ഇടവക ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്തിൽ ശനി, ഞായർ ദിവസങ്ങളിൽ ചണ്ഡികാ ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്തിൽ ശനി, ഞായർ ദിവസങ്ങൾ കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനി, ഞായർ ദിവസങ്ങളിൽ ചണ്ഡികാ ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയാണ് ഹോമം നടത്തുന്നത്.